ചൈന ഇറാന് ആയുധങ്ങൾ കൈമാറിയാൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോട് തനിക്ക് കടുത്ത നിരാശ തോന്നുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ 60 മുതൽ 70 ദശലക്ഷം ഡോളർ വരെ വിലമതിക്കുന്ന ചൈനീസ് നിർമ്മിത വ്യോമപ്രതിരോധ മിസൈൽ ലോഞ്ചറുകൾ ഇറാനിൽ എത്തും. ചൈന ഇത്തരമൊരു നീക്കത്തിൽ പങ്കാളിയാകില്ലെന്ന് തനിക്ക് വ്യക്തിപരമായി ഉറപ്പു നൽകിയിരുന്നതായി ട്രംപ് പറഞ്ഞു. അതേസമയം ഇറാൻ തങ്ങളുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങാൻ തയ്യാറെടുക്കുന്നതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും സൂചന നൽകിയിട്ടുണ്ട്. അതിനിടെ അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചടി നൽകാനാണ് ട്രംപിന്റെ തീരുമാനം. ഇത്തവണ തങ്ങളുടെ ഊഴമാണെന്നും ഇറാനെ വളരെ ശക്തമായി തന്നെ പ്രഹരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ തൊടുത്തുവിട്ട എല്ലാ മിസൈലുകളും അമേരിക്കൻ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തതായി സൈന്യം അറിയിച്ചു. ആക്രമണം നടത്തരുതെന്ന് ഇറാൻ അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും തിരിച്ചടി ഉറപ്പാണെന്ന് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയുമായി ചർച്ച നടത്തുന്ന വിഭാഗമല്ല, മറിച്ച് ഇറാൻ ഭരണകൂടത്തിലെ മറ്റൊരു കൂട്ടരാണ് ആക്രമണത്തിന് പിന്നിലെന്നും അവർ മാപ്പ് പറഞ്ഞെങ്കിലും തിരിച്ചടി ഒഴിവാക്കാനാകില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ആഗോളതലത്തിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളെയും പ്രതിരോധിക്കാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് യുഎസ് റിപ്പബ്ലിക്കൻ സെനറ്റർ പറഞ്ഞു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിശ്വാസ്യതയിലെ വലിയ വ്യത്യാസം വ്യക്തമാക്കാൻ അദ്ദേഹം തന്റെ മൊബൈൽ ഫോണിനെയാണ് ഉദാഹരണമാക്കിയത്. ഇന്ത്യ സന്ദർശിക്കുമ്പോൾ താൻ കൂടെ കരുതുന്ന ഫോൺ ബെയ്ജിംഗിലേക്കുള്ള യാത്രകളിൽ വാഷിംഗ്ടണിലെ ഓഫീസിൽ ഉപേക്ഷിക്കാറാണ് പതിവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൈനയുടെ നവീകരണ ശൃംഖലയെ വെല്ലുവിളിക്കാൻ കരുത്തുള്ള ഏക രാജ്യം ഇന്ത്യയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം ജനാധിപത്യ രാജ്യങ്ങൾക്കും ആഗോള സമൂഹത്തിനും ഒരുപോലെ നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈന ഉയർത്തുന്ന ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് അമേരിക്ക കൂടുതൽ തന്ത്രപരമായ സമീപനം സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചൈനയുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെങ്കിലും പ്രവർത്തനങ്ങളിൽ അപകട സാധ്യതകൾ കുറയ്ക്കുകയും വിശ്വസനീയമായ തന്ത്രപരമായ സഖ്യങ്ങൾ രൂപീകരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ട്രംപ് ഭരണകൂടത്തിന്റെ ഉപരോധങ്ങൾ മറികടന്ന് ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. എന്നാൽ ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് ചൈനയുടെ കൂടി ആവശ്യമാണെന്ന് റൂബിയോ ചൂണ്ടിക്കാട്ടി. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഈ പാതയെ ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെയും ചൈനയുടെ കയറ്റുമതി മേഖലയും ദോഷകരമായി ബാധിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ തായ്വാൻ വിഷയം ചർച്ചയാകുമെന്ന് റൂബിയോ സ്ഥിരീകരിച്ചു. ഇൻഡോ പസഫിക് മേഖലയിലോ തായ്വാനിലോ സ്ഥിരത തകർക്കുന്ന യാതൊരു നീക്കവും ഉണ്ടാകരുത് എന്ന് ഇരു രാജ്യങ്ങളുടെയും ആവശ്യമാണ്. തായ്വാനു ചുറ്റും ചൈന സൈനിക സാന്നിധ്യം ശക്തമാക്കുമ്പോഴും ഇറാൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നതിനാൽ ഏഷ്യൻ മേഖലയിൽ യുഎസ് സൈന്യത്തിന് പൂർണ്ണമായി ഇടപെടാൻ പരിമിതികളുണ്ട്. ട്രംപ് ഭരണകൂടം പ്രധാനമായും വ്യാപാര താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെങ്കിലും ചൈനയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉചിതമായ വേദിയിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ യുഎസ് ഉന്നയിക്കുമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഇടപെട്ടിട്ടില്ലെന്നും അതിന് തങ്ങൾക്ക് യാതൊരു താൽപര്യമില്ലെന്നും ചൈന വ്യക്തമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീജിംഗ് ഇടപെട്ടെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പ്രതികരണം. അടിസ്ഥാനരഹിതമായ ഇത്തരം കുറ്റപ്പെടുത്തലുകൾ അവസാനിപ്പിക്കാൻ ചൈന ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മെയ് പകുതിയോടെ ഡൊണാൾഡ് ട്രംപ് ബീജിംഗ് സന്ദർശിക്കുകയും ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൈകാര്യം ചെയ്യുന്നതിനായി ഒരു പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുമെന്ന് ഇരു സർക്കാരുകളും അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ സന്ദർശനത്തിനിടെയാണ് സെപ്റ്റംബറിൽ അമേരിക്ക സന്ദർശിക്കാൻ ട്രംപ് ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചതും ചൈന അത് സ്വീകരിച്ചതും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.